സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്ന് പെട്ടെന്ന് പുറത്തിറങ്ങും, എനിക്ക് കോടതി പോകാൻ സമയമായിരുന്നു. താഴെയൊക്കെ ബാത്റൂം ഉണ്ടല്ലോ, അങ്ങോട്ട് പോണം. നമ്മൾ തമ്മിലുള്ള തർക്കം വെറുതെ ഈ ലെവലിലേക്ക് എത്തിച്ചാണ്ടല്ലോ. ഒന്ന് പെട്ടെന്ന് ഇറങ്ങും. ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ എല്ലാ മുറിയിലും ബാത്റൂം ഉണ്ടല്ലോ. എല്ലാം നല്ല സ്റ്റൈലൻ ബാത്റൂം. ഞാൻ മിനിമം 1.5 മണിക്കൂർ കഴിയാതെ പുറത്തിറങ്ങില്ല. വിശാലമായിട്ടൊന്ന് കുളിക്കണം. ഒടുക്കത്തെ കുളിയാ താൻ കുളിക്കാൻ പോകുന്നേ? ഏയ്, ഇത് തുടക്കത്തിലെ കുളിയാ. ഇതെങ്ങനെ ഇടയ്ക്കിടെ കുളിച്ചുകൊണ്ടേയിരിക്കും. ഒടുക്കത്തെ കുളി രാത്രി 12 മണിക്ക്. ഈ ഇടിക്കൊന്നും ഒരു ഗുമ്മില്ലാട്ടോ. കുറച്ചുകൂടെ ശക്തിയായിട്ട് ഇടിക്ക്, അപ്പോഴേ എല്ലാവരും കേൾക്കുള്ളൂ. പ്ലീസ് ഒന്ന് ഇറങ്ങ്. ഞാൻ പറഞ്ഞില്ലേ സാറേ, കൊറേ സമയം പിടിക്കും. അഖിലിന്റെ ബാത്റൂമിൽ പൊയ്ക്കോ. അവൻ ചോദിച്ചാ ഇവിടെ പൈപ്പ് ലീക്കാണെന്നോ അങ്ങനെ വല്ലതും പറഞ്ഞാ മതി. ഒരു വഴക്കെന്ന് പറഞ്ഞാൽ ഒരു മാന്യത വേണം. എതിർകക്ഷിയെ തോൽപ്പിക്കാൻ എന്ത് വൃത്തികേടും കാണിക്കരുത്. അത് വെറും തറ പരിപാടിയാ. ഓ, സാറിന്റെ ക്ലാസ്സാ. സാറിന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ ക്ലാസ്. ഓ, നമ്മള് വെറും സാധാ 7ാം കൂലി. അപ്പൊ എന്റെ പ്രവൃത്തിയിലൊക്കെ ചെറിയ തറത്തരമൊക്കെ ഉണ്ടാവും. ഞാൻ കിടക്കുന്നതേ തറയിലല്ലേ. പ്ലീസ് പ്ലീസ്, എനിക്ക് തർക്കം ചിന്തിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ കൈവിട്ടു പോവാ. ഒന്ന് ഇറങ്ങിത്താ. വഴക്കായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ. പ്ലീസ്. ഒന്ന് ഇറങ്ങി വാ. നിനക്ക് ഇതിന്റെ പാട്ടവും പലിശയും ചേർത്ത് ഞാൻ തരുന്നുണ്ട്. ആണുങ്ങളായാലേ എന്തിനും ഒരു അന്തസ് വേണം. കാല് പിടിച്ചു ബാത്റൂമിൽ കയറിയിട്ട് ആളാവുന്നോ? അയ്യേ, അതെ, ഇതാണ് ചീപ്പ് പരിപാടി എന്ന് പറയുന്നത്. ചീപ്പുകളോടെ ചീപ്പായിട്ട് തന്നെ ഞാൻ ഇടപെടും. ഞാൻ കാണിച്ചിരുന്നുണ്ട്. ആ കേസില്ലേ, അത് ഞാൻ മനഃപൂർവ്വം തോൽപ്പിക്കും. ജയിപ്പിക്കാൻ കഴിയാത്തവരൊക്കെ എങ്ങനെയാ മനഃപൂർവ്വം തോൽപ്പിക്കുകയാണെന്നൊക്കെ നമ്പർ ഇടും. ആദ്യം സാറ് നേരാമണ്ണം ലോ പോയിന്റ് ഒക്കെ ഒന്ന് പഠിക്കും. എന്നിട്ട് എന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ ഞാനും ജയിലിൽ കയറും. അത് നിങ്ങളെ കൊന്നിട്ടാണെന്ന് മാത്രം. പിന്നെ കൊല്ലാനിങ്ങ് വാ. എന്റെ കൈ മാങ്ങ പറിയാൻ പോവല്ലേ. എന്റെ നേരെ വരുന്ന കൈ ഒന്ന് പിന്നെ പൊങ്ങാറില്ല. എന്താ നിർത്തിയോ? കനകേച്ചി, എനിക്ക് വീണ്ടും ടെൻഷൻ തുടങ്ങി. അവര് തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. എന്റെ മാധുരി മോളെ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, പിള്ളേരെ കെട്ടിച്ചു വിട്ടിട്ട് പിന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പിറകെ പോകരുതെന്ന്. കനകേച്ചിക്ക് അത് പറയാം. അനുഭവിക്കുന്ന ടെൻഷൻ അവരവർക്കല്ലേ അറിയൂ. എന്താ അമ്മേ? മോളോടൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. എന്താ അമ്മേ? അർജുനും മോളും കൂടി എന്തെങ്കിലും പിണക്കമുണ്ടോ? ഈ അമ്മയോട് മോൾ ഒരിക്കലും കള്ളം പറയില്ലെന്ന് വിശ്വസിച്ചിട്ടാ ചോദിക്കുന്നത്. എന്തെങ്കിലും പിണക്കമുണ്ടോ മോളെ? അമ്മേ, അജുവേട്ടന് പിണക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് പിണക്കമല്ല, ഒരു വിഷമം ഉണ്ടായമ്മേ. ഞാനത് മറച്ചു വെക്കുന്നില്ല. അയ്യോ, എന്താ മോളെ, എന്താ കാര്യം? മോളെ, ഞാൻ വേണേൽ അങ്ങോട്ട് മാറി നിൽക്കാം. മാധുരി മോളോട് പറഞ്ഞാ മതി. അതെന്തിനാ കനേച്ചി? അമ്മേ, കാര്യങ്ങൾ പറയുന്നതിനിടയില് അജുവേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്കൊരു ഫീൽ ഉണ്ടാക്കി. അതിന്റെ ചില ടെൻഷൻസ് ഒക്കെ. അവൻ എന്തു പറഞ്ഞ മോളെ വിഷമിപ്പിച്ചത്? അല്ലമ്മേ, ഞാൻ അനാഥയാണ്, അനാഥയായ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അവൻ അങ്ങനെ ചോദിച്ചോ?
അവൻ എന്ത് പൊട്ടത്തര ഈ സംസാരിക്കുന്നേ? ഇങ്ങനെ പറയുമ്പോ മോക്ക് വിഷമം ഉണ്ടാവും. അർജുൻ മോൻ ഒന്നും മനസ്സിൽ വെക്കാതെയാവും പറഞ്ഞത്. അങ്ങനെയാണെങ്കിലും ശരി, ഇങ്ങനെയൊക്കെ പറയാവോ? മോക്ക് വിഷമം തോന്നിയതിൽ ഒരു തെറ്റുമില്ല. അനാഥ പോലും ചെന്ന് കരണത്തൊന്ന് പൊട്ടിക്കാനാ തോന്നുന്നത്. അയ്യോ അമ്മേ, സത്യത്തില് അജുവേട്ടൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഞാനങ്ങ് ഷോക്ക്ഡായിപ്പോയി. പക്ഷെ ക്രമേണ പിന്നീട് ആലോചിച്ചപ്പോ അജുവേട്ടൻ ഉള്ളിലൊന്നും വെക്കാതെ ആ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും അങ്ങനങ്ങ് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. എന്റെ മനസ്സിൽ അത് എന്തുമാത്രം വിഷമാണ് ഉണ്ടാക്കിയതെന്ന് അജുവേട്ടനൊന്ന് അറിയണമെന്ന് ഞാനും വിചാരിച്ചു. അതിനി മോക്ക് അമ്മയുടെ ഫുൾ സപ്പോർട്ടുണ്ട്. അമ്മേ, എന്താ മോളെ, വിശ്വാസം വരുന്നില്ലേ? മോൾ ഒരു കാര്യത്തിന് സന്തോഷിക്കുകയും ഒരു കാര്യത്തിന് വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നൊന്ന്, മോള് കഴിഞ്ഞ് എനിക്ക് അവൻ പോലും ഉള്ളൂ. അമ്മേ. ദേ മോളെ, പിന്നൊരു കാര്യം, മോളുടെ ഈ പിണക്കം അത് കൊച്ചു രസമുള്ള പിണക്കമായിട്ട് അങ്ങ് അവസാനിപ്പിക്കണം. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കാനുള്ള ഒരു പിണക്കം. അതിനപ്പുറത്തേക്കൊന്നും പോണ്ട. അതെനിക്കറിയാം അമ്മേ, അത്രേ ഉള്ളൂ. നല്ല ബെസ്റ്റ് അമ്മായിയും നല്ല ബെസ്റ്റ് മരുമോളും ഒരു വണ്ടി കെട്ടാം. എന്തായാലും നിങ്ങൾ ഒറ്റക്കെട്ടായ സ്ഥിതിക്ക് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ. അമ്മ, ഞാൻ ദേ വരുന്നേ. ശരി. കണ്ടു ചേച്ചി, എന്റെ സംശയങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൃത്യമായില്ലേ? മാധുരി ചേച്ചി, എന്താ മധു? ഞാൻ എന്തെങ്കിലും പറയുമ്പോ മാധുരി ചേച്ചി കരുതും ഞാൻ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുവാണെന്ന്. അയ്യോ മധു, ഒരിക്കലും അങ്ങനൊന്നും കരുതില്ല. അതിന് മധുമോള് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നല്ല തങ്കപ്പെട്ട മനസ്സല്ലേ. ദേ കുറച്ചുപേരെ മയക്കി കയ്യിലെടുത്തെന്ന് വെച്ചേ ആ ബലത്തില് മധുവിനോട് ആളാവാൻ വരണ്ട. വിവരം അറിയും. എന്നെ വിവരം അറിയിക്കാൻ വേണ്ടിട്ടെങ്കിലും മോള് കുറച്ച് വിവരം പഠിക്കേ. പോട്ടെ മധു, വിവരമില്ലാത്ത കനകേച്ചി എന്തെങ്കിലും പറഞ്ഞ വിവരമുള്ള മധു അങ്ങ് ക്ഷമിക്കണ്ടേ? പോട്ടെ മധു. അല്ല മധു, കാര്യം എന്താന്ന് വെച്ചാ പറ. മാധുരി ചേച്ചി, അവര് തമ്മില് കട്ട ഉടക്ക. അയ്യോ, ആര് തമ്മില്? അർജുനും പൂജയും തമ്മില്. ഓ, മധു അറിഞ്ഞല്ലേ? സത്യം പറഞ്ഞ മധു, ഞാൻ നീറി നിക്കോ. അപ്പൊ മാധുരി ചേച്ചി അറിഞ്ഞോ? അറിഞ്ഞു മധു, ഒക്കെ അറിഞ്ഞു. ഞാൻ അതൊക്കെ അറിഞ്ഞിട്ടാ മുറിക്ക് പുറത്തു നിന്ന് സംഭവം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചത്. എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയില്ല മധു, ആകെ ഒരു ആദ്യ. അത് ശരി, മാധുരി ചേച്ചിയുടെ മനസ്സില് ഇങ്ങനെ ഒരു പുകച്ചിലുണ്ടായിട്ടാണോ അതൊന്നും അറിയിക്കാതെ സന്തോഷം അഭിനയിച്ച് നടന്നിരുന്നു? അമ്മമാർക്ക് അങ്ങനെയൊക്കെ അഭിനയിച്ചല്ലേ പറ്റൂ മധു. മാധുരി ചേച്ചി വിഷമിക്കരുത്, ഞാൻ കൂടെയുണ്ട്. ഇതിലിപ്പോ എന്താ ഏതാന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ചില ചാരപ്പണിയൊക്കെ നടത്തുന്നുണ്ട്. കൃത്യം കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്ത് ദേ മാധുരി ചേച്ചിയുടെ മുന്നിലിട്ട് വരും. എനിക്ക് സന്തോഷം പറഞ്ഞിട്ടില്ല മധു. കുറെ കാലമായി ഓരോ ദുഃഖം മനസ്സിലൊതുക്കി ഞാനങ്ങ് അഭിനയിക്കുക. ദേ, നിങ്ങളൊക്കെ കരുതും മാധുരി ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണെന്ന്. പക്ഷെ എന്റെ മനസ്സൊരു അഗ്നിപർവ്വതോ മധു, ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു അഗ്നിപർവ്വതം. എല്ലാ അമ്മമാരുടെയും സ്വപ്നമാ മക്കളുടെ കല്യാണം. മൂത്ത മോന്റെ കല്യാണം കാണാനുള്ള ഭാഗ്യം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. അയ്യോ, കരയാതെ മാധുരി ചേച്ചി. മാധുരി ചേച്ചിയുടെ മനസ്സ് ഇത്രയും പ്രക്ഷുബ്ധമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പോട്ടെ. മാധുരി ചേച്ചി, ദേ മധു ആണ് പറയുന്നത്, കരയരുത്. ഒരു കാര്യം ചെയ്, എന്തായാലും അവരുടെ വഴക്ക് മാധുരി ചേച്ചി അറിഞ്ഞല്ലോ. അപ്പൊ ഇനി ഒന്നും ഒളിക്കാനില്ല. ഞാനൊരു കാര്യം ചെയ്യാം,
അവരുടെ വഴക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിടിച്ചെടുക്കാം. മാധുരി ചേച്ചി സമാധാനായിട്ടിരിക്കെ. കനക ചേച്ചി, മാധുരി ചേച്ചിയെ കൊണ്ട് ഇനി ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട. ഇത്രയും ദുഃഖം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. മാധുരി ചേച്ചിയുടെ ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. അയ്യേ, ആ കൊതുവിന്റെ മുമ്പിൽ എന്തൊക്കെയാ പറഞ്ഞത്? മോക്ക് വിഷമമാണ്, ദുഃഖമാണ്, അഗ്നിപർവ്വതമാണ്. മോള് വില കളഞ്ഞു. എന്റെ കനകേച്ചി, അതൊക്കെ ഒരു ടെക്നിക്കല്ലേ? ടെക്നിക്കോ? എന്ത് ടെക്നിക്ക്? അതെ, നമ്മുടെ ശത്രുക്കൾക്കേ നമ്മൾ ദുഃഖിച്ചിരിക്കുന്നു, നമുക്ക് കുറെ പ്രയാസങ്ങളുണ്ടെന്നൊക്കെ അറിയുന്നതേ വലിയ സന്തോഷ. അവര് ഹാപ്പിയാവും. നമ്മുടെ സന്തോഷം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, നമ്മുടെ വീട്ടില് പ്രശ്നങ്ങളാണ്, നമ്മുടെ മക്കള് കാരണം നമുക്ക് ഒരു സമാധാനമില്ല എന്നൊക്കെ അറിഞ്ഞാലേ ചിലര് വല്ലാതങ്ങ് സന്തോഷിക്കും. അവര് നമ്മളെ കുറച്ചു കാലത്തേക്കെങ്കിലും പാരവെക്കില്ല. അങ്ങനെ പാരവെക്കാൻ മനസ്സുള്ളവരോട് പ്രയോഗിക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാ ചേച്ചി ഇത്. നമ്മുടെ സന്തോഷമൊക്കെ മാറ്റി ദുഃഖം അഭിനയിച്ച് പ്രയാസം അങ്ങ് പറഞ്ഞേക്കണം. എന്റെ പൊന്നോ, സമ്മതിച്ചു. ഞാൻ കരുതിയതേ ഇങ്ങനെയുള്ള വളഞ്ഞ ബുദ്ധികൾക്ക് എന്നെ തോപ്പിക്കാൻ ആരുമില്ലെന്ന. ഓ, പക്ഷെ മോളെ ഒരു കാര്യം, മാധുരിമോള് കൂടെയുണ്ടെന്ന ബലത്തിൽ പൂജമോൾക്കെതിരെ കൂടുതൽ നീക്കം നടത്തുമെന്നാ എന്റെ പേടി. ഇനി ഇതിൽ കൂടുതൽ എന്ത് നീക്കം നടത്താനാ? മധു ഒന്ന് നോക്കട്ടെ, ജയിക്കുമെന്ന് കാണാലോ. മോനെ അർജുൻ, മോനെ. എന്താ ആന്റി? ആ കൈ ഇങ്ങനെ ഐശ്വര്യമായിട്ടൊരു ഷെയ്ക്കാൻ തരട്ടെ. അല്ല, ഷെയ്ക്കാൻ എന്തിനാണെന്ന് മനസ്സിലായില്ല. നീ നട്ടല് കാണിച്ചില്ലേ, അതിന് ഷെയ്ക്കാൻ്റെ തരാനാ. താ. കെട്ടിലമ്മ ചാടിയ കൊട്ടി അമ്പലം വരെ, അത്രയേ ഉള്ളൂ. ഓ, അവൾ ആര്? ഈ വീട്ടില് വന്നു കയറി ഞങ്ങളുടെ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാൻ താഴെ വന്ന് കഥാപ്രസംഗം നടത്തുവാ. ആന്റി എന്താ ഈ പറയുന്നത്? മക്കളെ, പൂജയും നീയും കൂടിയുള്ള വഴക്ക് ആന്റി അറിഞ്ഞു. അവള് മാധുരി ചേച്ചിയോട് ഓരോന്ന് പറയുന്ന കേട്ടപ്പോ തൊലി ഉരിഞ്ഞുപോയി. കാരണക്കുറ്റുമൊക്കെ ഒന്ന് പൊട്ടിക്കാനാ തോന്നിയത്. പൂജ എന്താ പറഞ്ഞേ? നിന്നെ അവഹേളിച്ച് അവൾ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നോക്ക്, നിന്നോടൊരാള് വഴക്കിടുകയാണെങ്കിൽ അതിനർത്ഥം അങ്ങനെ വഴക്കിടുന്ന ആൾക്ക് ഈ ലോകത്ത് ആരെ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നാ. എടാ നോക്ക്, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം തന്നെ ഇപ്പോഴും പറയുന്നേ. പാത്രം അറിഞ്ഞേ ദാനം ചെയ്യാവൂന്ന്. അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിയ അതെഴഞ്ഞ് കുപ്പക്കുഴി തന്നെ പോവൂ. ഞങ്ങൾ തമ്മി അങ്ങനെ വഴക്കൊന്നുമില്ല. ആ അതെ, അങ്ങനെ ഒരു നയം സ്വീകരിച്ചു പോകുന്നത് തന്നെയാ നല്ലത്. ജയിക്കാൻ പറ്റാത്തടുത്ത് നമ്മൾ അങ്ങ് താന്നു കൊടുക്കണോടാ. എന്തായാലും അവള് വിചാരിക്കുന്നിടമേ ജയിക്കൂ. അങ്ങനെ ജയിക്കാനുള്ള തന്ത്രങ്ങളും അവക്കറിയാം. അപ്പൊ പിന്നെ നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചും കഴിയണം. ആളുകൾ ഓരോന്ന് പറഞ്ഞങ്ങ് കളിയൊക്കെ ചിരിക്കുമായിരിക്കും. പെൺകോന്തൻ, ഭാര്യാദാസൻ എന്നൊക്കെ പറയുമായിരിക്കും. പറയുന്നവരങ്ങ് പറഞ്ഞു പോട്ടെ. അഭിമാനത്തെക്കാൾ വലുതല്ലല്ലോ സ്വസ്ഥതയുള്ള ജീവിതം. അവളുടെ മുന്നിൽ താന്നു കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നേ, താന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ നിനക്ക് മനസമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആർക്കും എന്റെ അഭിമാനം പണയം വെച്ചിട്ടില്ല. ആ മതി, ആര് ചോദിച്ചാലും അങ്ങനെ അങ്ങ് പറഞ്ഞാ മതി. അഭിമാനം പണയം വെച്ചിട്ടില്ല, നട്ടല് പണയം വെച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറയണം. ഓ, എന്നാലും എന്റെ കുഞ്ഞിനെ ഗതി വന്നല്ലോ. ശരി. മോളെ, എന്താ ആന്റി? ആ കൈ ഇങ്ങനെ ഒരു ഷെയ്ക്കാൻ്റെ തരട്ടെ. ഷെയ്ക്കാൻഡോ? എന്തിനാ ഷെയ്ക്കാൻഡ്? മോളുണ്ടല്ലോ,
മോളുടെ മാത്രം അഭിമാനമല്ല, സകല സ്ത്രീകളുടെ അഭിമാനം രക്ഷിച്ച്. അവൻ എന്താ കരുതി? താലി കെട്ടിയെന്ന് വെച്ച അടിമയാവണമെന്നാണോ? അവൻ കുറച്ചു നേരത്തെ പറയാ മോളോട് അവൻ കാണിച്ച ദയവാണി ഭാര്യാ പദവിന്ന്. അട്ടെ പിടിച്ച് മെത്തേക്കെടുത്തിയ അത് കുപ്പക്കുഴി തന്നെ പോവൂന്ന്. കെട്ടിലമ്മ ചാടിയ കൊട്ടിയമ്പലം വരേന്ന്. അജുവേട്ടൻ അങ്ങനെ പറഞ്ഞു? ഇതിലും കട്ടി കൂടിയതാ പറഞ്ഞ. ഞാൻ പറഞ്ഞു, എടാ മോനെ, നീ പണ്ടത്തെ കെട്ടിലമ്മമാരെ കണ്ടിട്ടുള്ളൂന്ന്. അവര് ചിലപ്പോ കൊട്ടിയമ്പലം വരെ ചാടിയിട്ടുണ്ടാവൂ. പക്ഷെ ഇന്നത്തെ ഭാര്യമാര് മാറിയ കാലത്തിന്റെ ആൾക്കാരാ, അഭിമാനം പണയം വയ്ക്കാത്തവരാന്നൊക്കെ. താങ്ക് യു ആന്റി. താന്ന് കൊടുക്കരുത് എന്ന് ഞാൻ മോളോട് പറയില്ല. താന്ന് കൊടുക്കണം. കാരണം മോക്ക് ബന്ധുക്കൾ ആരുമില്ല. ഈ വീട്ടിൽ നിന്ന് പുറത്തായ മോള് പിന്നെ എങ്ങോട്ട് പോവും? അർജുനും അതറിയാം. അതുകൊണ്ടാ മോളുടെ വ്യക്തിത്വം വെച്ചിട്ട് അവൻ ഈ കളിക്കുന്നത്. മോള് മാത്രമല്ല, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത എല്ലാവരും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അല്ല, അവൻ ഇതെങ്ങനെ എന്നോട് പറയാൻ തോന്നി? അജുവേട്ടൻ എന്ത് പറഞ്ഞു ആന്റി? ഇല്ല മോളെ, മോളത് എന്നോട് ചോദിക്കരുത്. ഞാനത് പറയില്ല. എനിക്കത് പറയാനുള്ള മനക്കെട്ടിയില്ല. എന്തായാലും ഞാൻ ഇത്രയും പറയാം, സ്വന്തം ഭാര്യയെ അവഗണിച്ച അവൻ ഒരുപാട് അനുഭവിക്കും. അജുവേട്ടൻ പറഞ്ഞത് എന്താണെന്ന് പറയൂ ആന്റി. എന്റെ മോളെ അത് ചോദിക്കരുത്. എന്നെ കൊന്നാലും ഞാനത് പറയില്ല. പക്ഷെ ഒരു കാര്യം, വസന്തേട്ടനാണ് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. പക്ഷെ മോള് പോവരുത്, ഒരിടത്തേക്കും പോവരുത്. കാരണം ഗതിയില്ലാത്തവര് ആത്മാഭിമാനത്തിന് വേണ്ടി വഴക്കിടാൻ കൂട്ടാക്കരുത്. ആത്മാഭിമാനമല്ല, മനസമാധാനമാണ് പ്രധാനം. എനിക്ക് ആത്മാഭിമാനമാണ് ആന്റി പ്രധാനം. അങ്ങനെ തന്നെ പറയണം. അങ്ങനെ പറയാവൂ. ആത്മാഭിമാനം അടിയറവ് വെക്കില്ല, നട്ടല് പണയം വെക്കില്ല. അങ്ങനെയൊക്കെ തന്നെ വേണം പറയാൻ. നടപ്പിൽ വരുത്താൻ പറ്റിയില്ലെങ്കിലും പറഞ്ഞുവെന്നെങ്കിലും ആവുമല്ലോ. രണ്ടുപേരെ തമ്മിൽ തെറ്റിക്കാൻ നമ്മളാവും വിധം എന്തെങ്കിലും ചെയ്യുമ്പോ മനസ്സിന് എന്തൊരു സുഖ. ഭക്ഷണം എടുക്കണം. എനിക്ക് മനസ്സിലായി. വഴക്കുകൂടി പിരിയാൻ താനൊരു കാരണം കാത്തിരിക്കുകയായിരുന്നു. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞതൊരു അബദ്ധമാണെന്ന്. ഒരു തമാശ പറഞ്ഞ പോലെ അതങ്ങ് എടുക്കായിരുന്നു. അച്ഛനും അമ്മയും ഇല്ല എന്നുള്ളത് വലിയ തമാശയാണെന്ന് സാറിന് ചിലപ്പോ തോന്നുമായിരിക്കും. കാശുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, അച്ഛനും അമ്മയും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. ഒന്നിനും ഒരു കുറവുമില്ല. അപ്പോ ചുറ്റും കാണുന്നതൊക്കെ തമാശ. അനാഥാലയം തമാശ, കഷ്ടപ്പാടുകൾ തമാശ, പട്ടിണി കിടക്കൽ തമാശ.
ഞങ്ങളുടെയൊക്കെ അവസ്ഥയിൽ സാറൊന്ന് ജീവിച്ചു നോക്കണം. അപ്പൊ ഒരാള് തമാശ എന്നും പറഞ്ഞ് ഇതുപോലൊന്ന് പറയട്ടെ. സാർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അപ്പം മനസ്സിലാവും. എനിക്ക് തിരിച്ചറിവുണ്ട്. ഏത് സീരിയസ് ആയിട്ട് എടുക്കണം, ഏത് ലൈറ്റ് ആയിട്ട് എടുക്കണമെന്ന് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞതിന് ക്ഷമ ചോദിച്ചു, എന്നിട്ടും മനസ്സിലാവില്ലെന്ന് വെച്ചാ അത് മനഃപൂർവ്വം തന്നെയാണ്. ഒരു വഴക്കിനങ്ങ് ഒരുങ്ങി നിൽക്കുക. സാർ അങ്ങനെ തന്നെ കരുതിക്കും. എന്തായാലും ഞാൻ ഭക്ഷണം എടുത്ത് തരുമെന്ന് വിചാരിക്കണ്ട. അതും സാർ തമാശയാക്കി കളയും. വേണ്ട, ഭക്ഷണം എടുക്കണ്ട. എനിക്ക് എന്റെ അമ്മയുണ്ട്. എനിക്ക് ജന്മം തന്ന എന്റെ അമ്മ. അമ്മ ഭക്ഷണം എടുത്ത് തന്നോളൂ. ലോകത്ത് ഏത് തെറ്റിനും മാപ്പ് കൊടുക്കുന്ന ഒരേ ഒരു കോടതിയാണ് അമ്മ. അമ്മയുള്ളിടത്തോളം മറ്റാരുടെ ഔദാര്യം എനിക്ക് വേണ്ട. അമ്മേ, ആ എന്താ മോനെ? അമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ആ റെഡിയായല്ലോ. ദേ ആ, എന്നാ ഫുഡ് എടുക്കമ്മേ. അയ്യോ മോനെ, ഒരുപാട് ജോലി തീരാനുണ്ട്. പൂജ മോളോട് പറ. അല്ലമ്മേ, എനിക്കിന്ന് വെറുതെ ഒരു തോന്നല്, അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന്. വിവാഹം കഴിഞ്ഞ ശേഷം അമ്മയുടെ കൈപ്പുണ്യം അനുഭവിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അമ്മ ഉണ്ടാക്കി തരുന്ന ആഹാരം അമ്മ തന്നെ വിളമ്പി തന്നാലേ ഒരു പൂർണ്ണത കിട്ടും. ആ എന്റെ മോന്റെ വാക്കുകൾ കേൾക്കുമ്പോഴേ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയുടെ കണ്ണ് നിറയ. പക്ഷെ എന്റെ പൊന്നു മോനെ, ദേ ഇപ്പൊ കൈ ഒഴിവില്ല. അയ്യോ, ഇതെന്താടാ മോനെ മൂക്കില്? ഏയ് ഒന്നുമില്ല, അത് മൂക്കൊന്ന് ചുവരിലിടിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ കനകജി ഫുഡ് എടുക്കും. അയ്യോ, ഒന്ന് ശ്വാസം വിടാൻ സമയമില്ല മോനെ. രക്ഷയില്ല മോനെ, സമയമില്ല മോനെ. പൂജ മോളോട് പറ. എനിക്ക് ആഹാരം എടുത്തു തരാൻ പറ്റാത്ത അത്ര തിരക്കാണോ രണ്ടുപേർക്കും? ഇതെന്ത് ചോദ്യമാടാ ഇത്? അല്ല, അടുക്കളയിലെ തിരക്കൊന്നും അല്ലേലും ആണുങ്ങൾക്ക് മനസ്സിലാകാറില്ലല്ലോ. ആ പൂജ മോളെ വിളിക്കാൻ ഞാൻ. ആ ആ വാ വാ വാ. ദേ അർജുൻ എന്തോ പറയാനുണ്ടെന്ന്. ഒന്നും പറയുന്നില്ലല്ലോ അമ്മ. അത് ശരി, അടുക്കളയിൽ നീ അങ്ങ് ആളാവുക അല്ലേ? എന്താ അർജുൻ മോനെ, ഭക്ഷണം വേണ്ടേ? ആ വേണം, ഞാൻ അങ്ങോട്ടിരിക്കെ. ഓ, ഭക്ഷണം വേണോ വേണ്ടേ? വേണം. ആ ദേ. ദോശ എന്റെ പാത്രത്തിലെടുത്ത് വെക്കണം. എന്ത്? ഒരു ദോശ എടുത്ത് വെക്കാനുള്ള ശക്തി ഒന്നും ഇല്ലേ? ദേ, ഞാൻ ഒച്ച വെച്ച അമ്മ കേൾക്കും. അതുകൊണ്ട് കടിച്ചു പിടിച്ച് നിയന്ത്രിക്കുക. സാർ നല്ലോണം കടിച്ചു പിടിച്ചോളൂ, ഇല്ലെങ്കിലേ ദേഷ്യം പല്ലിന്റെ ഇടയിൽ നിങ്ങൾ ചാടും. ഞാനത് കഴിക്കുന്നില്ല. ശ്ശോ. എന്നെ തോൽപ്പിച്ച് കളയാന്ന് വിചാരിച്ചല്ലേ?